ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. വലിയ രീതിക്കുള്ള ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. എണീറ്റ് വന്നാൽ ചെയ്യണ പരിപാടി ചോറ് ഊറ്റലാണ്. റേഷനരി ആണെങ്കിൽ അമ്മയാണ് ഊറ്റിയത്. വെള്ളരി ഉണ്ടല്ലോ, അതാണെങ്കിൽ അമ്മയാണ് ഊറ്റിയത്. കാരണം പെട്ടെന്ന് വേവണ അരി ആയതുകൊണ്ട്. ഇത് പിന്നെ അമ്മ അടുപ്പത്തിട്ടിട്ട് അമ്മ പോവും. പിന്നെ ഞാൻ എണീറ്റ് വരുമ്പോൾ ഞാനാണ് ചോറ് ഊറ്റുക. അപ്പോൾ ഇന്ന് നമുക്ക് കട്ടൻ ചായയുടെ കൂടെ എന്തായിരുന്നു, കടലുപ്പേരി ആയിരുന്നു, വെള്ളക്കടല. അപ്പോൾ അതും കൂട്ടി ഞാൻ ചായ കുടിച്ചു. പിന്നെ എൻ്റെ മുഖത്ത് നല്ല ടാൻ ഉണ്ട് കേട്ടോ. അത് എപ്പോൾ എടുത്ത വീഡിയോ എന്നറിയോ, കണ്ണം പോയിട്ട് പിറ്റേ ദിവസം അങ്ങോട്ട് എടുത്തൊരു വീഡിയോ ആണിത്. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇതാകെ കുറച്ചല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇന്ന് എന്താ പറയുക, മുടി വെട്ടണ ദിവസമായിരുന്നു കേട്ടോ. മുടിയുടെ തുമ്പ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വെട്ടി കൊടുക്കും. അപ്പോൾ മുടി വെട്ടി മുടിയിൽ എണ്ണ തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. തലയിൽ എണ്ണ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യും, അടിച്ചോരും തുടയ്ക്കും അങ്ങനെ. പിന്നെ ഞാൻ തലയിൽ തേക്കുന്ന എണ്ണ ഏതാണെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. അത് ഞാൻ വീട്ടിൽ തന്നെ കാച്ചിയ എണ്ണയാണ്. ഇടയ്ക്ക് നിലബൃങ്ങാതി വാങ്ങും, കാശില്ലാത്ത സമയത്ത് വീട്ടിൽ തന്നെ കാച്ചി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ചെറിയ രീതിയിൽ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എങ്ങോട്ടും പോകാനൊന്നുമില്ല, വീട്ടിലിരിക്കാനാണ്. എൻ്റെ അമ്മ എപ്പോഴും പറയും പെൺകുട്ടികൾ വീട്ടിലിരിക്കുകയാണെങ്കിലും അണിഞ്ഞൊരുങ്ങിയിരിക്കണം എന്ന്. ഞാൻ കുളിക്കണ ദിവസം അങ്ങനെ ഒരുങ്ങും, പിന്നെ വീഡിയോ ഒക്കെ എടുക്കാനുള്ളതുകൊണ്ട് നമ്മൾ കുളിച്ചില്ലെങ്കിലും ഒരുങ്ങാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു. പിന്നെ ഈ ഒരു ഡ്രസ്സ് കുറേ നാൾ മുന്നേ വാങ്ങിയതാണ്, ഞാൻ അങ്ങനെ ഇടാറില്ല. ഇപ്പോൾ ചൂട് സമയമായി കാരണം ഫ്രോക്ക് പോലെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. പക്ഷെ അമ്മ ഈ കളിയാക്കി ചിരിക്കുന്നത് കാലം നിറയെ രോമായ കാരണം ഫ്രോക്ക് മോഡൽ ഇടണ്ട, അതിൻ്റെ അടിയിൽ ഒരു പാൻറ് എടുത്തിട്ടോളം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫ്രോക്കിൻ്റെതായ രീതിയിലാണ് ഇടേണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു കാർമസിയുടെ ബോഡി വാക്സ് സ്ട്രിപ്സ് എടുത്തിട്ട് കാലമത്തെ രോമൊക്കെ ഒന്ന് കളയാന്ന്. ഇതിനകത്ത് 20 സ്ട്രിപ്സും അതുപോലെ തന്നെ 4 വൈപ്സും വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നല്ല വൈറ്റ് ചോക്ലേറ്റിന്റെ സ്മെല്ല് ഇങ്ങനെ വരും. കാലമത്തെ മാത്രമല്ല, നമ്മൾ കൈമത്തെ രോമങ്ങളും വാക്സ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. പണ്ട് എനിക്ക് കൈമേ നല്ലോണം രോമങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കൈമയൊക്കെ കൂടുതൽ കാലമയാണ്. കാർമസിയുടെ സ്ട്രിപ്സ് ഉപയോഗിച്ച് വാക്സ് ചെയ്താലുള്ള ഒരു ഹൈലൈറ്റ് ലോങ് ലാസ്റ്റിംഗ് തന്നെയാണ്. അതായത് ഇപ്പോൾ വാക്സ് ചെയ്ത ഏകദേശം ഒരു 1.5 മാസത്തോളമൊക്കെ നിൽക്കും. നമ്മൾ തൊട്ടിച്ചിട്ട് പറിച്ചെടുക്കുമ്പോൾ ആ സൈഡത്തെ മൊത്തം രോമം ആ സ്ട്രിപ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, വാക്സ് ചെയ്ത ഭാഗം നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആവും ചെയ്യും. ഒറ്റ ഇരിപ്പിൽ തന്നെ ഞാൻ 2 കാലും മൊത്തത്തിൽ അങ്ങോട്ട് വാക്സ് ചെയ്തെടുത്തു. അതിനുശേഷം വാക്സ് ചെയ്ത ഭാഗം ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബോക്സിൽ തന്നെ വരുന്നതാണ് കാർമസിയുടെ വൈപ്സ്. ഇത് മറ്റുള്ള വൈപ്സിനെ അപേക്ഷിച്ച് ഇത്രയും കൂടി വലിയതാണ് കേട്ടോ. ഈ ഒരു വൈപ്സിൽ വിറ്റമിൻ ഇയും കോക്കനട്ട് ഓയിലും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിന്ന് നല്ലപോലെ മോയ്സ്ചറൈസ് ചെയ്യാനും ഒരു ഗ്ലോ തരാനും ഹെൽപ്പ് ചെയ്യും. ഇറ്റ്സ് എക്സ്ക്ലൂസീവ്ലി അവൈലബിൾ ഓൺ പർപ്പിൾ ആൻഡ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒരു QR കൊടുക്കാം, സ്ക്രീൻഷോട്ട് എടുത്ത് സ്കാൻ ചെയ്താൽ മതി. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ കുക്ക് എഴുന്നേറ്റ് വരുന്നത്. കുക്ക് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ ഇവിടെ ഒന്നും കാണില്ല. അവൻ അംഗൻവാടി ഉള്ള ദിവസമാണെങ്കിൽ അംഗൻവാടി പോവും, അല്ലാത്ത ദിവസം ആകുമ്പോൾ കളിക്കാൻ പോകും കേട്ടോ. കളിക്കാൻ പോയിട്ട് പിന്നെ അവൻ ചോറുണ്ണ നേരം അതുപോലെ ചായ കുടിക്കുന്ന നേരം സമയത്തിന് മാത്രമേ വീട്ടിലെത്തുള്ളൂ. അല്ലാതെ അവനെ വീട്ടിൽ കാണേയില്ല. അങ്ങനത്തെ ഒരു സംഭവമാണ് ആള്. ഇനിയിപ്പോൾ വീട്ടിൽ അടച്ചിടാന്ന് വിചാരിച്ചാൽ അതിനും അവൻ സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അവൻ തണ്ണിമത്തം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തണ്ണിമത്തം എടുത്തു കൊടുത്തു. പക്ഷേ അതേ അവൻ കണ്ടില്ലേ കാണിച്ചത്. അതിന് എൻ്റെ കയ്യിൽ നിന്ന് ചീത്തൊക്കെ കേട്ടു. പിന്നെ ഞാൻ അവൻ ചെയ്ത ആ ഭാഗത്തെ മൊത്തത്തിൽ അവനെന്നെ ചെത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ചോറ് വേണമെന്ന് പറഞ്ഞു, ചോറ് കൊടുത്തു. അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യാതിരിക്കുമ്പോഴാവും അവന് ചോറുണ്ണേണ്ടത്. അതുപോലെ തന്നെ ചായ, നമ്മളൊക്കെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പാത്രം കഴുകുമ്പോൾ അവന് ചായ വേണം, അതുവരെ അവന് വേണ്ട. അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പ് പ്രത്യേക തരം ക്യാരക്ടർ, നമുക്കിങ്ങനെ പ്രാന്ത് വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തയ്ക്കാനായിട്ടിരുന്നു കേട്ടോ. കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ടായിരുന്നു. വേസ്റ്റ് മെറ്റീരിയൽ പറഞ്ഞാൽ ഓരോന്നും തയ്ച്ചിട്ട് ബാക്കി വന്നത്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്തു, ഓരോരോ കുട്ടി ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യും കേട്ടോ. കാരണം നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഈവനിങ് ഭാഗത്തെ ഒന്നും എടുത്തില്ല. അതും ഈ അടിച്ചോരുക, തുടയ്ക്കുക, അതുപോലെ തന്നെ തുണികൾ മടക്കി വയ്ക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളായിരുന്നു. പിന്നെ ഈ കിടന്ന് വാശി പിടിക്കുന്നത് വേറെ ഒന്നിനല്ല, സീരിയൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിനക്ക് എന്തിൻ്റെ സീരിയലാണ് കണ്ട്? പപ്പി മോളുടെ സീരിയൽ വെച്ച് കൊടുക്കാമ്മ. അടുത്ത റിമോട്ട് താഴ്ത്തി വീണില്ലേ? അപ്പി മോളുടെ. പിന്നെ രാത്രിക്ക് നമുക്ക് കഴിക്കാനായിട്ട് കോഴിയും കുമ്പളങ്ങയാണ് കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമില്ല ഈ ഒരു കോമ്പിനേഷൻ. അച്ഛനിവിടെ കുമ്പളങ്ങ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും ആരാണ് ദൈവമേ ഈ കുമ്പളങ്ങ കണ്ടുപിടിച്ചതെന്ന്. കോഴിക്കറി വെക്കുകയാണെങ്കിൽ അച്ഛൻ പറയും അപ്പം കുമ്പളങ്ങ കഷ്ണമായിട്ട് ഇട്ടാൽ മതിയെന്ന്. പിന്നെ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ചാറായാലും, എനിക്കിപ്പോൾ ചിക്കൻ കറി തന്നെ വേണമെന്നൊന്നുമില്ല, ചാറ് കൂട്ടിയാലും ആ സ്മെല്ലെടുത്താൽ മതി, ഞാൻ കഴിക്കും. അപ്പോൾ അച്ചാറും അതൊക്കെ ഉണ്ടായിരുന്നു. പപ്പിമോളുടെ സീരിയൽ എന്ന് പറഞ്ഞത് ഈ കുടുംബശ്രീ ചാരിതയിൽ 2 പിള്ളേരുണ്ടല്ലോ, ഒന്ന് പപ്പിമോളും പിന്നെ വേറെ ഏതൊരു കുട്ടിയും. അപ്പോൾ അവർ രണ്ടാളും സീരിയലും കുക്കുവിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ കുളിച്ചു കേട്ടോ. ഞാൻ കുക്കുവിനെ കിടക്കണ നേരത്തെ കുളിപ്പിക്കുള്ളൂ. ഞാൻ കുളിച്ച് വിളക്കൊക്കെ വെച്ചു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ വിട്ടുപോകും, മറക്കും. ഇവിടെ സ്പെഷ്യലായിട്ട് പൂജാമുറി ഒന്നുമില്ല, നമ്മൾ ഷോക്കേസിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ ഭഗവാന്മാരെയൊക്കെ വെച്ചേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ ഫോട്ടോസൊക്കെയാണ്. പിന്നെ ആ ബാക്കിൽ നിൽക്കുന്നത് ഞാനും അനിയത്തിയും കൂടിയുള്ള ഫോട്ടോയാണ്, പണ്ടത്തെ ഫോട്ടോയാണ് കേട്ടോ. ഒരു 7, 8, 9 ആ ഒരു സമയത്ത്. പിന്നെ കുക്കുവിന് പല്ല് വന്ന ഫോട്ടോ എനിക്ക് ഫ്രെയിം ആക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതങ്ങനെ ഫ്രെയിമാക്കി. പിന്നെ ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ അങ്ങനെ.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കലണ്ടർ, പിന്നെ നമ്മുടെ പ്ലേ ബട്ടൺ, അതൊക്കെയാണ്. പിന്നെ രാത്രി ആയപ്പോൾ കുക്കുവിന് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിക്കുക. അവൻ ചില ദിവസം നന്നായിട്ട് ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രസ്സ് മാറിയില്ലെന്ന് വിചാരിക്കേണ്ട, ഞാനൊരു ഈവനിങ് ഒക്കെ ആയ സമയത്ത് ഡ്രസ്സ് ഒന്ന് തിരുമ്പിയിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്തിട്ടു. അല്ലെങ്കിൽ രാത്രി പാൻറ്റും പെണ്ണീനെ ഇടുക. പക്ഷേ ഈ ഒരു ഡ്രസ്സ് ഇടാൻ ഭയങ്കര സുഖമാണ്. ഇതിൻ്റെ സ്ലീവ്സ് ഇങ്ങനെ ബട്ടർഫ്ലൈ സ്ലീവ്സ് ആയ കാരണം നമുക്ക് നല്ല ഇടാൻ സുഖമാണ് രാത്രി കിടന്നുറങ്ങാനും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ടാറ്റാ.